ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വ്ളോഗിൽ ഇക്കാടെ കല്യാണത്തിനുള്ള ഡ്രസ് മെറ്റീരിയൽ എടുക്കാൻ പോയതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അതിൻ്റെ ബാലൻസ് പർച്ചേസിംഗ് ആണ്. കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 5:30 ആയപ്പോഴാണ് നേരെ വെസ്റ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. ഞാൻ അതിനൊരു ഷർട്ട് മാത്രം എടുക്കാണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ബാച്ചു ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അവിടെ ചെന്ന് ഞാൻ അത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഞാൻ അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിമൻസിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും ലാസ്റ്റ് ടൈം പർച്ചേസിങ്ങിനൊക്കെ വെസ്റ്റ് സൈഡാണ് കേട്ടോ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം അവിടെ ചെന്ന് എന്തായാലും നമ്മൾ വിചാരിച്ച കിട്ടും. ഈ ഓഫ് വൈറ്റ് ഷർട്ടാണ് ഞങ്ങൾ ആദ്യം എടുത്തത്. പക്ഷേ അവിടെ ചെന്ന് ട്രയൽ ചെയ്യാൻ ചെന്നപ്പോൾ ഈ ഒരു ബ്രൗൺ ഷർട്ട് ഉണ്ട്. അപ്പോൾ അതങ്ങനെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ബ്രൗൺ ആയിരുന്നു ഞങ്ങൾ എടുത്തത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ പിന്നെ കുറേ ക്രോക്കറി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം ഇങ്ങനെ കാണുന്നത്. വാങ്ങിയില്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇൻഷാല്ല വീടൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മുടെ ഈ ഓണിയനും പൊട്ടറ്റോ കോഫി ബിസ്ക്കറ്റ്സ് അതിൻ്റെയൊക്കെ കണ്ടെയ്നേഴ്സ് ആയിരുന്നു കേട്ടോ. അധികം റേറ്റ് ഒന്നുമില്ല, ഒരു 500-നുള്ളിൽ ഇതെല്ലാം വരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ ബ്രോഡ്വേയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടിയിട്ടാണ് ബ്രോഡ്വേയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു. 2-3 ഷോപ്പിൽ കയറിയിട്ടെങ്കിൽ ഇഷ്ടമായില്ല. ഒന്നല്ലെങ്കിൽ യെല്ലോ ചെപ്പൽ അല്ലെങ്കിൽ വൈറ്റ് ഷൂസ് എന്ന് വിചാരിച്ചാൽ കയറിയത്. അങ്ങനെ ചെരുപ്പൊന്നും കിട്ടാതെ വന്നിട്ട് ഞങ്ങൾ അടുത്തുള്ളൊരു 35 റുപ്പീസിന് ഷേക്ക് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ കയറിയിട്ട് ഷേക്ക് കുടിച്ചു. കുറേ നാളെ അവിടെ കയറിയിട്ട് ലാസ്റ്റ് ഒരു കടയിൽ നിന്നിട്ട് എനിക്കൊരു യെല്ലോ കളർ ചപ്പൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രോഡ്വേയിൽ നിന്ന് നേരെ പോയത് മൈലാഞ്ചി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇക്കാടെ കല്യാണത്തിൻ്റെ തലേന്നായിരുന്നല്ലോ പർച്ചേസിങ്. നേരെ ചെന്നപ്പോഴേക്കും എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കണമായിരുന്നു. അപ്പം ഞാൻ അവരെ കൂടെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വേഗം ഇരുന്നു കേട്ടോ. അതിന് ഡാൻസൊക്കെ കണ്ടിട്ട് അന്തം വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഡാൻസ് കളിച്ചെല്ലാം ഞങ്ങളുടെ കസിൻസൊക്കെ തന്നെ ഉണ്ടാവും. പിന്നെ എല്ലാവരും കൂടി നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് എന്നിട്ടാണ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം അതായത് കല്യാണത്തിന് അന്ന് നമ്മുടെ ചെക്കന്മാരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ്